എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൈന പേപ്പറും ഇർക്കിലിയും ഉപയോഗിച്ച് കൊടിയുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിൽ താമസിക്കുന്നവരാണ് കേട്ടോ ധന്യയും ആരതിയും. വർഷങ്ങളായിട്ട് ധന്യ ഇത് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന്. ധന്യത ഉണ്ടാക്കുന്ന സമയത്തൊന്നും എനിക്ക് വന്ന് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. ഇന്നിപ്പോൾ ആ വിചാരിതമായിട്ട് വന്നതാണ്. അപ്പോഴാണ് അവരിത് ഉണ്ടാക്കുന്നത് കണ്ടത്. അങ്ങനെയാണ് ഈ വീഡിയോ ഇപ്പോൾ എടുക്കാൻ സാധിച്ചത്. ധന്യ പൂവിൻ്റെ ഷേപ്പിൽ പേപ്പർ വെട്ടിക്കൊടുക്കുന്നു. ആരതിയാണ് അത് ഈർക്കലിയിൽ സെറ്റ് ചെയ്യുന്നത്. ചൈന പേപ്പർ മടക്കി പൂവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഈർക്കലിയിൽ കോർത്ത് പശ വെച്ച് ഒട്ടിക്കും. ഈർക്കലിയുടെ ബാക്കി ഭാഗം അരങ്ങ് വെച്ച് മറയ്ക്കും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് ഓർമ്മ വരുന്നത്. അന്നൊക്കെ പൂയത്തിന് കാവടി ഉണ്ടാക്കുമ്പോൾ ഓരോ വീടുകളിലൊക്കെ ആയിരിക്കും കാവടികളൊക്കെ സെറ്റ് ചെയ്യണത്. പേപ്പറുകളൊക്കെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ വെട്ടിത്തരും. അപ്പം ഞങ്ങൾ കുട്ടികളാണ് ഇത് പശയൊക്കെ തേച്ച് ഈർക്കലിയിലൊക്കെ ഒട്ടിക്കണത്. സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അന്ന്. അതൊക്കെ ഒരു കാലം. കാണുമ്പോൾ സിമ്പിളാണെന്നൊക്കെ തോന്നും. ഇതൊരുപാട് എണ്ണം ഉണ്ടെങ്കിലാണ് കൂടുതൽ ഭംഗിയിലിരിക്കുക. അപ്പോൾ നല്ല ക്ഷമയും സമയവും വേണം ഇതുണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാനൊരു താല്പര്യം ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് അവരോട് ചോദിക്കാം. രണ്ടെണ്ണം ഉണ്ടാവുക. എണ്ണം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കൂടുതലെണ്ണം കിട്ടും. രണ്ടെണ്ണം വീതമാണ് നിങ്ങൾ ചെയ്യാറല്ലേ? ധന്യ പൂക്കളുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത പേപ്പർ ഈർക്കലിയിൽ പശ തേച്ച് ഒട്ടിക്കുകയാണ് ആരതിയുടെ ജോലി. അത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. പറയണതനുസരിച്ചിട്ടാണല്ലേ കളർ എടുക്കണേ? ഇത് എത്ര എണ്ണം അതിൽ വെക്കണം? 5 എണ്ണം 4 എണ്ണം അല്ലേ? ധന്യ ഇപ്പൊ എത്ര കൊല്ലായി ഇങ്ങനെ ചെയ്ത് തുടങ്ങിട്ട്? ധന്യ പിന്നെ വേറെ എന്തൊക്കെ ചെയ്യും ഇത് അല്ലാണ്ട്? എന്നിട്ട് ഈർക്കലിയിൽ കോർക്കും. പിന്നെ ഇത് അരങ്ങിടും അല്ലേ? അരങ്ങിട്ടതൊന്നും ഇല്ല അല്ലേ? ഇനി അരങ്ങിടാൻ ഏതെടുക്കുക അതെടുക്കും. ഇത് അല്ലേ? ഇതേപോലത്തെ അരങ്ങിടും എടുക്കാൻ പറ്റുമോ? ഇവിടെ പിണ്ടിപ്പെരുന്നാൾ കുറച്ച് ദിവസം മുമ്പായിരുന്നു. അപ്പൊ പിണ്ടിമ വെക്കാൻ വേണ്ടിയിട്ട് ധന്യ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. ഇതേപോലെ വെട്ടിയിട്ട് രണ്ട് സെയിം പേപ്പർ തന്നെ അല്ലേ? ഇനി കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറില്ലേ? പുതിയ ഓർഡർ വല്ലതുണ്ടാ? പുതിയ ഓർഡർ ഇനി കുർബാന സ്വീകരണം ഫോട്ടോ ഉണ്ട്. ഇങ്ങനെ ചുറ്റി കൊടുക്കും അല്ലേ? എല്ലാത്തിനും ഒരുമിച്ച് പശ തേച്ചിട്ടാണെങ്കിൽ ഈർക്കലിയുമ്പോളാ പശ തേക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നും ഇല്ല. എന്റെ വിചാരം ഇത് ഫുള്ള് തേച്ചിട്ടാണ് ഇങ്ങനെയാണ്. ചുറ്റി കൊടുക്കണ അരങ്ങിന്റെ മുകളിലായിട്ട് ഇത്തിരി പശ തേച്ചിട്ട് ഈർക്കലിയും ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ തിരിച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കും. ഇങ്ങനെയാണ് കൊടി ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ ധന്യ ക്രൗണുകളും ഉണ്ടാക്കുന്നുണ്ട്. പിണ്ടിപ്പെരുന്നാളിനാണ് കൊടി കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ക്രൗണൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യ കുർബാന ചടങ്ങുകളിലേക്കൊക്കെയാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ട് ആർക്കെങ്കിലും ക്രൗണുകളോ കൊടികളോ ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. കൊടികളുടെയും ക്രൗണിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കഴിവുകളൊക്കെ പ്രയോജനപ്പെടുത്തി സ്വന്തമായൊരു വരുമാന മാർഗം കണ്ടെത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.